കാലടി സംസ്കൃത സർവകലാശാലയിൽ ഡിഗ്രി പാസ്സാകാത്ത വിദ്യാർത്ഥിക്ക് PGക്ക് പ്രവേശനം നൽകിയെന്ന പരാതി. 2005 BFA തോറ്റ വിദ്യാർത്ഥിക്ക് 2021 MFAക്ക് പ്രവേശനം നൽകി. MFA പാസ്സായതിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റും അനുവദിക്കാനാണ് തീരുമാനം. സർവകലാശാലയ്ക്കെതിരെ ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയിരിക്കുകയാണ്. 2005 BFA പരീക്ഷ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥി 20 വർഷങ്ങൾക്ക് ശേഷം 2021 MFAക്ക് അഡ്മിഷൻ കൊടുത്തത് നിയമവിരുദ്ധമാണ്. ആ വിദ്യാർത്ഥി പാസ്സായെന്നുള്ള സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യാതെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകരുടെ താല്പര്യം കൂടി കണക്കെടുത്തുകൊണ്ട് പ്രവേശനം കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിയുടെ BFA പരീക്ഷ പാസ്സാക്കാനുള്ള തീരുമാനം റദ്ദാക്കണം. BFA പാസ്സാകാതെ MAക്ക് അഡ്മിഷൻ കൊടുത്ത നടപടിയും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാൻസലർ കൂടിയായ ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള അഴിമതി കാണിച്ച സർവകലാശാല അധികൃതർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നും ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ഗവർണർക്ക് നൽകിയിരിക്കുന്ന പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, കാലടി സംസ്കൃത സർവകലാശാലയുടെ കാര്യത്തിൽ ഇതാദ്യമായല്ല വിവാദം. നേരത്തെ BA പാസ്സാകാത്ത വിദ്യാർത്ഥികൾക്ക് MA പ്രവേശനം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുകയും ആ ഘട്ടത്തിൽ ആ നടപടി തിരുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ പരാതിക്ക് ആധാരം 2005 ഒരു വിദ്യാർത്ഥി BFA മ്യൂറൽ പെയിന്റിങ്ങിന് പ്രവേശനം നേടുന്നു. ആ പഠനം പൂർത്തീകരിച്ച വേളയിൽ പക്ഷേ പാസ്സാകാൻ കഴിയുന്നില്ല. തോറ്റതിനെ തുടർന്ന് പഠനം ഉപേക്ഷിക്കുന്നു 2005. അതിനുശേഷം 2021 ഇതേ വിദ്യാർത്ഥിക്ക് MFAക്ക് പ്രവേശനം ലഭിക്കുന്നു. അത് വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്ന് പിന്നീട് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. കാരണം യോഗ്യതയില്ലാതെയാണ് അഡ്മിഷൻ നേടിയത് PGക്ക് എന്ന് കണ്ടെത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2023 ഈ ഫലം 2021 പ്രവേശനം നേടുന്നു. 2023 ഫലം തടഞ്ഞു വെക്കുകയാണ് ചെയ്തത്. പിന്നീട് സിൻഡിക്കേറ്റ് യോഗം ചേർന്നൊരു അസാധാരണ തീരുമാനം പ്രത്യേക കേസായി പരിഗണിച്ച് ബിരുദ സർട്ടിഫിക്കറ്റ് പാസ്സായ, അതായത് ജയിച്ച സർട്ടിഫിക്കറ്റ്, ബിരുദ സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനമെടുത്തു എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ആരോപണം. അങ്ങനെ വരുമ്പോൾ ചട്ടവിരുദ്ധമായ, ക്രമവിരുദ്ധമായ, അതായത് 20 വർഷം മുൻകാല പ്രാബല്യം അതുവഴി ലഭിക്കുമല്ലോ സിൻഡിക്കേറ്റിന്റെ ആ ഒരു തീരുമാനം കൊണ്ട് എന്നതാണ് പരാതിയിലെ ആരോപണം. ആദ്യഘട്ടത്തിൽ അഡ്മിഷൻ നൽകുന്ന വേളയിൽ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് VC ആയിരുന്നു. പിന്നീട് സർട്ടിഫിക്കറ്റ് അനുവദിക്കാനുള്ള തീരുമാനം ചെയർ ചെയ്തത് ഡോക്ടർ KK ഗീനാകുമാരിയാണ് VC ചുമതല വഹിക്കുമ്പോൾ. ഇതാണ് ഒരു പരാതിയായിട്ട് ഉന്നയിക്കുന്നത്. ഇതിൽ വലിയൊരു ഗുരുതരമായ ചട്ടലംഘനമുണ്ട്. സിൻഡിക്കേറ്റിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തിയാണ് 20 വർഷം മുൻകാല പ്രാബല്യം കൊടുത്ത് അന്ന് തോറ്റ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ജയിച്ച സർട്ടിഫിക്കറ്റ് അനുവദിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിലെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിന് പൂർണ്ണമായും ഘടകവിരുദ്ധമാണ് എന്നാണ് ആരോപണം. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് സിൻഡിക്കേറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ, അതിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഈ തീരുമാനം സമ്പൂർണ്ണമായും റദ്ദാക്കണം. ഇങ്ങനെ 20 വർഷം മുൻകാല പ്രാബല്യം അനുവദിച്ചുകൊണ്ട് PG പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ, ജയിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ്. അതേസമയം ഇത്തരം കാര്യങ്ങളിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ തീരുമാനമെടുക്കുകയും അഡ്മിഷൻ നടത്തുകയും ആർട്സ് വിഷയങ്ങളിൽ പലപ്പോഴും ഇളവ് അനുവദിക്കാറുമുണ്ട് എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ ഒരു വശത്ത് നിന്ന് ഉയരുന്നുണ്ട്. പക്ഷെ അപ്പോഴും സർവകലാശാല ഇക്കാര്യത്തിൽ പറയുന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. പക്ഷെ പരാതി ചാൻസലറുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്.